പാർത്താസിൻ്റെ വെഹിക്കിൾ പാർക്കിംഗ് യാർഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് നോക്കാം ഉണ്ടോയെന്ന്. ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ ഷോപ്പിങ്ങിന് വരുമ്പോൾ ട്രഡീഷണൽ രീതിയിലുള്ള ഡ്രസ്സ് ഇട്ട് വരാം. ആ ഒരു രീതിയിൽ അങ്ങ് വരുന്ന. ഹായ്, ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്ലാമോടെ സിന്ധുജ. അപ്പോൾ ഇന്ന് ആക്ച്വലി ഞാൻ പാർത്താസ് വരെ ഒന്ന് വന്നേക്കുവാണ്. ഇന്ന് എൻ്റെ സെക്കൻഡ് ഹാപ്പിയസ്റ്റ് ഡേ ആണെന്ന് ഞാൻ ഇൻസ്റ്റയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭരതനാട്യത്തിൻ്റെ ഞാൻ സസ്പെൻസ് ഇവിടെ അങ്ങ് പൊളിക്കുവാണ്. യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിന് ആദ്യം കിട്ടുന്നുണ്ട് എന്താണ് ഹാപ്പിനെസ് ഡേ. അപ്പോൾ ഭരതനാട്യത്തിൻ്റെ കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. ഇന്നലെ കുച്ചിപ്പുടിയുടെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു കോഴ്സ് അപ്ഡേഷൻ. അപ്പോൾ അതിനൊരു പ്രാക്ടീസ് സാരി വേണം. നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഉണ്ട് ഡാൻസ് കോസ്റ്റ്യൂംസ്, പക്ഷെ അവർ സൺഡേ ആയതുകൊണ്ട് അടവാ. എനിക്ക് പിന്നെ ഈ കാര്യങ്ങൾക്കൊക്കെ ചേരണമെന്ന് വിചാരിച്ചാൽ ബീങ് എ പാഷനേറ്റ് ഡാൻസർ പിന്നെ എന്താ ആലോചിക്കണം. അപ്പോൾ പാർത്താസിലുണ്ടെന്ന് ഇന്നലെ എൻക്വയറി എടുത്തപ്പോൾ പറഞ്ഞു. പോയി നോക്കാവുണ്ടോ നോക്കാമോ. ഇതാണ് അതിൻ്റെ എൻട്രൻസ് പോയിന്റ്. ഇത് കാണിച്ചു തരാം. അപ്പം നിങ്ങളുടെ ഗോഡസ് പാർത്താസിലേക്ക് കയറുകയാണ്. അന്നിട്ട് നിങ്ങളുടെ ഗോഡസ് വലതുകാലിൽ വെച്ച് ഷോപ്പിലേക്ക് കയറുക. ഞാൻ കുറേ ദിവസം ഇവിടെ വന്നിട്ട് ചെയറൊന്നും കണ്ട് ഭയക്കണ്ട. ആ സ്റ്റാഫ്സ് അവിടെ എന്തോ പുതുക്കി പണിയലോ അങ്ങനെ എന്തോ ആണ് ആ ഫ്രണ്ട് ഏരിയ. പഠിക്കാനൊന്നുമല്ല കേട്ടോ അന്ന്. ഡാൻസിന്റെ പ്രാക്ടീസ് സാരി, ഭരതനാട്യത്തിന്റെ പ്രാക്ടീസ് സാരി. അല്ലല്ല, ഈ ഭരതനാട്യത്തിന്റെ സാരി ഉണ്ടല്ലോ പ്രാക്ടീസ്, അതിവിടെ ഉണ്ടെന്നാണ് വൻ കോമഡി ആയിരുന്നു ഡിയേഴ്സ്. ആ ലിഫ്റ്റ് ഓൾറെഡി ഓണായിട്ട് തന്നെ ഇരുന്നത്. പക്ഷെ സാധാരണ ഒരു മിനിറ്റ് കഴിയുമ്പോൾ അത് അടയുമല്ലോ, ഇതങ്ങനെ ഓൺ മോഡ് തന്നെ. അതുകൊണ്ട് ഞാൻ വെച്ച് വർക്കിംഗ് ഇല്ലെന്ന് വെച്ച് ഞാൻ സ്റ്റെയർ കയറാമെന്ന് വിചാരിച്ച്. അപ്പോഴാണ് അവിടെ നിന്ന് സ്റ്റാഫ് ചേട്ടൻ പറഞ്ഞ് മേഡം ഈ വഴി ഇതിൽ തന്നെ കയറാമെന്ന്. പിന്നെ വേറൊരു സ്റ്റാഫിനെയും കൂടെ കയറ്റി പുള്ളി മേളിലേക്ക് പോകാനായിരുന്നു. അങ്ങനെ ഞാൻ പോവുകയാണ് സാരി ഫ്ലോറിലേക്ക്. എത്തി ഡിയേഴ്സ്. ഫസ്റ്റ് ഫ്ലോറാണ് നമ്മുടെ സാരിയുടെ സെഷൻ. നോക്കാം. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. അല്ല, ഇന്നലെ ഞാൻ വരുമെന്ന് പറഞ്ഞില്ല, കാരണം സൺഡേ ആയതുകൊണ്ട് പല കടകളും ഓഫാ ഇതിന്റെ തന്നെ. എല്ലാം അറേഞ്ച് ആണോ? നമുക്കിതൊരു ബ്ലാക്ക് ബോർഡർ വരുന്ന കിട്ടൂല അല്ലേ? ഞാൻ എടുത്ത സാരി ആക്ച്വലി എൻ്റെ സ്റ്റുഡിയോയിൽ, സിന്ധുജ സാരി സ്റ്റുഡിയോയിൽ ഇതുപോലെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സ്റ്റോക്ക് ഓവറായിപ്പോയി. മീൻസ് ഈ സ്റ്റോക്ക് മൂവ് ആയിപ്പോയി. ഇനി എനിക്കത് എടുക്കണം. ആ പേജ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, സിന്ധുജ സാരി സ്റ്റുഡിയോ, സാരി ആൻഡ് ഫാൻസി സ്റ്റുഡിയോ. ഇവിടെ ഒരു വൺ കോമഡി ആയിരുന്നു. ഈ ഡ്രസ് യൂണിഫോം കോഡ് പോലെയാണ് ആ ഗുരു എൻ്റെ അടുത്ത് പറഞ്ഞത് ഭരതനാട്യത്തിൻ്റെ. ഞാൻ ഇന്ന് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്ന കോഴ്സിൻ്റെ. അപ്പോൾ കറക്റ്റ് അച്ചിട്ട് അത് തന്നെ കിട്ടുകയും ചെയ്തു. ആ റെയർ കോംബോ നല്ല ഭംഗിയുണ്ട്. പക്ഷേ മസ്റ്റർഡ് കടുക് മഞ്ഞയും ഒരു നേവി ബ്ലൂ കോംബോയും. അത് മതി. എനിക്ക് അല്ലല്ല സൽവാർ നോക്കുന്നത് സാരിയുടെ സംഭവം ഡീലിങ്സ് ഹാഫ് ഉണ്ടാവും. ഈ സൽവാറിൻ്റെ അതിൻ്റെ ബോട്ടം നോക്കണം. ഉണ്ടായിരുന്നത് ഒരു ഭാഗ്യമാണ്. സൺഡേ ഇതിൻ്റെ ഡാൻസിൻ്റെ ഒക്കെ കടകൾ അടച്ചിട്ടേക്കും. പെട്ടെന്ന് നമുക്കൊരാവശ്യത്തിന്. ഇനി ഞാൻ ഇതിൻ്റെ ഒരു ഡിസൈനർ ബ്ലൗസും കൂടി എടുക്കാമെന്ന് വെച്ച്, നേവി ബ്ലൂ ഫാൻസി ടൈപ്പ്. കാരണം അല്ലെങ്കിൽ എനിക്ക് തച്ച് ഇടാൻ സ്റ്റിച്ചിങ് കടകളൊന്നും സൺഡേ ആയതുകൊണ്ട്. ഇത് ഇന്നലെ നടന്ന സംഭവമാണ്. ഞാൻ ഈ ഭരതനാട്യം പ്രാക്ടീസ് സാരി പർച്ചേസ് വ്ളോഗ്. അപ്പോൾ എനിക്കൊരു ബ്ലൗസും എടുക്കണം. ഇപ്പം നമ്മൾ പോകുന്നത് ഒരു പാൻറ് എടുക്കണം. ലൂസായിട്ടുള്ള പാൻറ്റേ നമുക്ക് ഭരതനാട്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇടാൻ പറ്റും. അല്ലെങ്കിൽ ടൈറ്റ് പിടിച്ചിരുന്നാൽ നമുക്ക് ലെഗ് മൂവ്മെൻറ്റ്സ് പറ്റില്ല. അപ്പം അതിന് വേണ്ടിയാണ് ആ ചേട്ടൻ എങ്ങനെ കൊണ്ടുപോകുന്നത്.
അവിടെയും ഗോഡസിന് ഒരു ബ്രാൻഡ്, ഒരു ട്വിൻ ബേർഡിൻ്റെ ഒരു നേവി ബ്ലൂ പാൻറ് ആ ചേട്ടൻ സെറ്റ് ചെയ്ത് തന്നു അവിടെ നിന്ന്. അപ്പോൾ ആ പണിയും എളുപ്പമായി. പിന്നെ എന്നെ സംബന്ധിച്ച് ഇന്ന് ഞാൻ ഒരു മേക്കപ്പ് ഇടാതാണ് ചാടി ഇറങ്ങിയത്. ഇന്ന് മീൻസ് ഇന്നലെ. കാരണം എനിക്ക് അതാണ് എൻ്റെ കലയോടുള്ളൊരു ആരാധന, ഇഷ്ടം അതാണ്. എൻ്റെ റോ മെറ്റീരിയൽസ്, ഈ ഡ്രസ്സുകൾ ആദ്യം എടുക്കുക, അതിനുശേഷം എനിക്ക് ഉച്ചയ്ക്ക് ശേഷം അവിടെ പോകണമായിരുന്നു മുഴുവൻ്റെ അടുത്ത്. പിന്നെ ഈ റെഡിമെയ്ഡ് പാൻസ് ലെഗിൻസിൻ്റെ ഒക്കെ സെക്ഷൻ സെക്കൻഡ് ഫ്ലോർ ആണ് കേട്ടോ. ലൂസാണല്ലോ. ഇതല്ലാതെ നമുക്ക് ചുരിദാറിൻ്റെ ടൈപ്പ് വേറെ കിട്ടത്തില്ലല്ലേ? ഞാൻ ശരിക്കും പറഞ്ഞാൽ ചുരിദാറിൻ്റെ പണ്ടത്തൊരു ചുടി ബോട്ടം ഇല്ലേ, ചുടിയല്ല ഫ്രീ ആയിട്ടുള്ള ബോട്ടം, അതാണ് ഞാൻ നോക്കിയത്. പക്ഷെ ഇതില്ലാത്തതുകൊണ്ടാണ് ഇത് റെഡിമെയ്ഡ് മേടിച്ചത്. സാരമില്ല, യൂസ്ഫുള്ളാണ്. മതി. ചിലതിന് പണ്ട് ഡബിൾ എക്സൽ ആയിരുന്നു. അതിലും വലിയ കോമഡി ആ ചേട്ടൻ പറഞ്ഞ്, അതായത് പാൻറ് എടുത്ത് തന്ന ചേട്ടൻ പറഞ്ഞായിരുന്നു എനിക്ക് എക്സലിൽ മതി. പക്ഷെ എനിക്ക് സാധാരണ ലെഗിൻസ് പണ്ട് ഡബിൾ എക്സൽ ആയിരുന്നു. ഇപ്പം ഡയറ്റിങ് പിന്നെ ഡാൻസ് അതൊക്കെ ഇറങ്ങിയപ്പോഴും എനിക്ക് കുറച്ച് ഫിറ്റ്നസ് ഗോൾസ് സെറ്റ് ചെയ്ത് കുറച്ച് വണ്ണം കുറഞ്ഞു. ഇപ്പം കറക്റ്റ് ആയിരുന്നു സൈസ്. പാൻറ്റും ഡൺ. ഇനി ഞാൻ ബ്ലൗസിൻ്റെ പ്രയാണത്തിലായി. ബ്ലൗസ് തരുന്നത് ആദ്യം ഞാൻ കാണിച്ചില്ല, ഇപ്പം തൊട്ട് നേരത്തെ ടൈം അത് തന്നെയാണ് എനിക്ക് വിധിച്ചിരുന്നത്. പക്ഷെ എന്നിട്ട് ഞാൻ പരന്ന് നടക്കുമായിരുന്നു. സൺഡേ ആയതുകൊണ്ട് ഷോപ്പിൽ ഞാൻ ഷോപ്പ് തുറന്ന സമയമാണ് ചെയ്യുന്നത്, ഒരു 10-10:15. അതുകൊണ്ട് അധികം ആൾക്കാരില്ലായിരുന്നു അതിനകത്ത്. യൂഷ്വലി തിരക്കല്ലേ. ഈ ചേട്ടൻ കാണിക്കുന്ന ഈ ബനിയൻ സ്റ്റഫിൽ എൻ്റെ കളർ നേവി ബ്ലൂ ഇല്ലായിരുന്നു. പക്ഷെ അത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ അടവുകളൊക്കെ ചെയ്യുമ്പോൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കുറച്ചിങ്ങനെ അത് ഒരു മതി ഇളകി കിടക്കും, ഒരു ലൂസ് ഫിറ്റിങ്. അത് ഞാൻ പണ്ട് ഇങ്ങനെ ഒരു ബ്ലൗസ് ഡാൻസിന് വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ റിസ്ക് എടുത്തില്ല. ഇതും അത്യാവശ്യം ബ്രാൻഡഡ് ആണ് വി സ്റ്റാറിൻ്റെ. പക്ഷേ ആ ഡിസൈനർ ബ്ലൗസ് ഞാൻ പറഞ്ഞ ബ്ലൂ നേരത്തെ കാണിച്ചത് അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. അതെല്ലായിടത്തും അങ്ങനെയാണല്ലോ, അവരുടെ ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ. പിന്നെ അത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം അവഗണിച്ച് അതേ സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചു പോയി. ഇതാണ് ജീവിത അനുഭവം. ആദ്യം കാണുന്ന ബസ്സിൽ കയറുക, അടുത്തത് നോക്കി നിൽക്കാതെ. ഇതെൻ്റെ സൈസാണോ? എനിക്ക് 34 മതിയെന്ന് തോന്നുന്നു. ട്രയൽ നോക്കാം. ഇത് സാധാ സൈസിൽ നിന്ന് 2 ഇഞ്ചാണ് കൂടുതൽ എടുക്കുന്നത്. ബ്ലൗസ് 36 ആണെങ്കിലും എനിക്ക് ഇച്ചിരി ലൂസാണ്. അത് പിന്നെ ഏതെങ്കിലും ചേച്ചിമാരെ കൊണ്ട് അടുപ്പിക്കാം 1 ഇഞ്ച്. കാരണം എനിക്ക് ഇന്നലെ അത്യാവശ്യം ആയതുകൊണ്ട് ഞാൻ എടുത്തത്. പക്ഷെ ഞാൻ രണ്ടാമത് പോയില്ല ഒരു ബ്ലൂ ബ്ലൗസ്. ഇതെല്ലാം നേരത്തെ ഞാൻ കാണിച്ചു. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, ബാക്ക് ഓപ്പൺ. അത് ഇതിനെക്കാട്ടി കോസ്റ്റ്ലി ആയിരുന്നു. എന്താ, പക്ഷെ എനിക്കത് ഫിറ്റല്ല. 34 ആയിരുന്നു, എനിക്ക് 36 വേണമായിരുന്നു. അപ്പോൾ അതാണ് എൻ്റെ സംഭവം. അതെൻ്റെ ഫേസാണോ? ഞാൻ പറഞ്ഞ ഗുണപാഠം ആലോചിച്ച് വെച്ചോ ഡിയേഴ്സ്. അതായത് ആദ്യം കാണുന്ന വണ്ടിക്ക് കയറുക. ഈ ബ്ലൗസിൻ്റെ ഞാൻ എൻ്റെ ബ്ലോഗിലൂടെ എന്തെങ്കിലും ഒരു മോറൽ കിട്ടുമല്ലോ, ഒരു മോറൽ സയൻസ് ക്ലാസ് പോലെ. രണ്ടാമത്തെ വണ്ടിക്ക് നോക്കി നിന്നാൽ നമ്മളോട് ആറുകാലത്ത് നിൽക്കത്തേ ഉള്ളൂ, വണ്ടിയും വരത്തില്ല, നമുക്ക് ലഭിച്ച സമയത്ത് എത്താനും പറ്റൂല. ഈ ബ്ലൗസാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇച്ചിരി ജിംഗ്ലി ബിംഗ്ലി ഫാൻസിയും പിന്നെ ബാക്ക് ഓപ്പണും കാണാൻ ഒരു ലുക്കായിരുന്നു. പക്ഷെ ഞാൻ ട്രയൽ റൂമിൽ ഇത് രണ്ടും കൊണ്ടുപോയി. ഈ ബ്ലൗസും ആദ്യം കാണിച്ചിട്ട് ഞാൻ അവഗണിച്ചിട്ട് പിന്നെ ഏറ്റവും അവസാനം എടുത്ത ബ്ലൗസില്ലേ കൊണ്ടുപോയപ്പോൾ എനിക്ക് മറ്റേതാണ് പാകമായത്, മറ്റേതായില്ല. ട്രയൽ റൂം സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ. അവിടെ പോയിട്ട് നോക്കിയിട്ട് വരാം. വരൂ, ലെറ്റ്സ് ഗോ. ആക്ച്വലി ഹായ് ഡിയേഴ്സ്, ഞാൻ ഇങ്ങനെ ഒരു മോഡൽ എടുക്കുന്ന ഒരു വിൻഡോയ്ക്കകത്തെ വ്ളോഗ് കാണുമെന്ന് എനിക്കറിയാം. എന്നാലും ഇതിൻ്റെ വിശ്വരൂപം കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ ഭരതനാട്യം പർച്ചേസ്, ഡ്രസ് പർച്ചേസ് വ്ളോഗിൻ്റെ അപ്പിയറൻസ്, ഒരു നാടൻ രീതി. പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ പാർത്താസിൻ്റെ ട്രയൽ റൂമിൽ. അപ്പോൾ ഈ ബ്ലൗസ് ജസ്റ്റ് ഒന്ന് എനിക്ക് ഫിറ്റ് ആകുമെന്ന് നോക്കണം. അപ്പം നോക്കിയിട്ട് വരാം. ഹലോ ഡിയേഴ്സ്, ഇപ്പം നിങ്ങൾ ലൈവായിട്ട് കാണുന്ന പാർത്താസിൻ്റെ ട്രയൽ റൂമിൽ ഞാൻ ജസ്റ്റ് ട്രയൽ ഔട്ട് ചെയ്തതാണ്. ഇടുമല്ലേ ബ്ലൗസ്? ഈ ബ്ലൗസ് എനിക്ക് കൊള്ളാമെന്ന് തോന്നുന്നു. കാരണം ഇച്ചിരി ലൂസാണ്, 36.5 എന്തോണം. പക്ഷെ എന്നാലും കൊള്ളാം. ഡാൻസിൻ്റെ കൂട്ടത്തൊക്കെ ഇടാൻ നല്ല ഗുമ്മുണ്ട്, പ്രാക്ടീസ് വരെയുള്ള കൂട്ടത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് എടുക്കാം. ഈ ഭാഗം ഞാൻ പൊത്തിപ്പിടിച്ചിരിക്കുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് പിന്നെ വെച്ച് ടൈറ്റ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലും വല്ല ടൈലർ ചേച്ചിമാരുടെ കൈ കൊടുത്ത് ഇച്ചിരി അടിക്കാം. തൽക്കാലം പിന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ കൊള്ളാം.
ഇത് ഫ്രണ്ട് കുറച്ച് പിടിച്ച് കുത്തണം, പിന്നെ 1 ഇഞ്ച് അടിക്കണം ഇച്ചിരി. പക്ഷെ എൻ്റെ ആ സാരിയുടെ ഉടുത്ത് നന്നായിട്ട് പൊളിക്കും. അത് ആ മഞ്ഞ സാരിയുടെ കൂട്ടത്ത് അതിൻ്റെ കഴ നേവി ബ്ലൂ ആണ്, പക്ഷെ ഇത് സെറ്റപ്പാണ്. ഞാൻ കാണിച്ചുതരാം, ആ ലുക്ക് ഞാൻ കാണിച്ചു തരാം അവസാനം ആ ഡ്രസ്സ് കൊടുത്ത്. അങ്ങനെ നിങ്ങളുടെ ഗോഡസ് ഈ ഡ്രസ്സ് മാറ്റിയിട്ട് ബിൽ സെഷനിലേക്ക് പോട്ടെ. നമുക്ക് ഒരുമിച്ച് ബിൽ സെഷനിലേക്ക് പോകാം. അതുവരെ ഇച്ചിരി പോസ്റ്റ് അയക്കും. ഞാൻ പോകുക ബില്ലിംഗ് സെഷനിൽ. നമ്മൾ എടുത്ത ബ്ലൗസ് ഇത് വീണ്ടും ഒരു അബദ്ധം പറ്റി. നേരെ ഗ്രൗണ്ട് ഫ്ലോറിൽ പോയി. ബില്ലിംഗ് ഫസ്റ്റ് ഫ്ലോറിലാണ്. നമ്മൾ ബ്ലൗസും ഇതും എടുത്തെടുത്ത് സാരി എടുത്തെടുത്താണ്. അപ്പോൾ പിന്നെ തിരിച്ച് ഞാൻ കയറി റിട്ടേൺ ടിക്കറ്റ് ആസ് യൂഷ്വൽ. ആക്ച്വലി എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ. ഫസ്റ്റ് ഫ്ലോർ ഇറങ്ങേണ്ട ഞാൻ 2 ഗ്രൗണ്ടിൽ വരും, എന്നിട്ടാണ് ഞാൻ വീണ്ടും കയറുന്നത്. ഇത് മതിയേ, പക്ഷെ ഇത് ഇച്ചിരി ലൂസാണ്. അത് വല്ല ടൈലേഴ്സ് ഉണ്ടോ അടിക്കാൻ? അപ്പം അതെടുത്താൽ മതി. ഇത് വേണ്ട. പക്ഷെ എനിക്കത് ഇച്ചിരി ലൂസാണ് ഇവിടെ. അതിന് ഞാൻ വല്ല തയ്യക്കടയിൽ കൊടുത്തോ ഇച്ചിരി ഒന്ന് അടിക്കാം. അല്ലാതെ കാരണം പക്ഷെ ഇത് നന്നായിട്ട് ചേരുന്നുണ്ട്. ഇത് ഇടുമ്പോഴേ ആ സാരിയുടെ കൊടുത്ത് നല്ല മാച്ച് ആയിരിക്കും കൊടുത്ത്. മറ്റത് പക്ഷെ എനിക്ക് ടൈറ്റ്. അത് 34 ചെറുതാണെന്ന് തോന്നുന്നു. അത് വേണ്ട, തൽക്കാലം ഇത് മതി. കാരണം ഇതാണെങ്കിൽ എനിക്ക് ഇന്ന് ഇട്ടിട്ട് പിന്നീട് കാര്യം കഴിഞ്ഞ് അടിക്കാം. മറ്റത് എവിടെയെങ്കിലും കൊടുത്ത് ഓൾട്ടർ ചെയ്താൽ എനിക്ക് ഇടാൻ പറ്റുമോ അപ്പുറത്തത്? അതിന്റെ സീൻ എന്താ ഞാൻ ചേട്ടനടുത്ത് പറഞ്ഞത് മനസ്സിലായി. മറ്റേ ബ്ലൗസ് എടുത്ത് അത് ടൈറ്റാ 34 സൈസ്. അത് അഴിച്ച് വിടാം, പക്ഷെ അത് ഇന്ന് തയ്യക്കാരില്ലാത്തത് കൊണ്ട് അത് പറ്റത്തില്ല. ഇതാകുമ്പോൾ ഇച്ചിരി ലൂസ് ആണെങ്കിലും പിന്നെ വെച്ചടിച്ചിട്ട് പിന്നെ ടൈറ്റ് ചെയ്യാമല്ലോ. അതാണ് ഡിസ്കസ്. അപ്പോൾ ചേട്ടൻ അംഗീകരിച്ചു അതെ അത് കറക്റ്റ് ആണെന്ന്. ഇത് ബില്ല് ചെയ്ത് വേറൊന്നും വേണ്ട. എനിക്ക് പോണം. ഇപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷെ അത് എല്ലാം ചുളുങ്ങി കിടക്കുന്നു. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്കതൊരു വൃത്തികേടല്ലേ. ഇനി വേറെ വേണമെങ്കിൽ ഞാൻ വരാം. താങ്ക് യു. ചേട്ടൻ ചോദിക്കുമായിരുന്നു എനിക്കിന്ന് ഡാൻസ് പരിപാടി ഉണ്ടോ എന്ന്. നമ്മുടെ ഷോപ്പിംഗ് ഭരതനാട്യം റോ മെറ്റീരിയൽ ഷോപ്പിംഗ് കഴിഞ്ഞു ഡിയേഴ്സ്. അല്ല ഇന്നലെ വൈകിട്ടാണെന്ന് തോന്നുന്നു. കാരണം ചില ടെക്സ്റ്റൈൽ ഷോപ്സിൽ കിട്ടില്ല ഈ സംഭവം, ചിലയിടത്ത്. അങ്ങനെ നമ്മുടെ പർച്ചേസ് കഴിഞ്ഞു ഡിയേഴ്സ്. ഇനി പോയി ഞാൻ ഡാൻസിലൊരു അരങ്ങ് തകർക്കും. ആദ്യം എനിക്ക് ഡാൻസ് കോഴ്സ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ സന്തോഷമാണ്. രണ്ടാമത് നമ്മുടെ പർച്ചേസ് കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഭരതനാട്യം മിനി പർച്ചേസ് വ്ലോഗ് കഴിഞ്ഞു. എൻ്റെ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഉണ്ട് ട്രിവാൻഡ്രത്ത് ഭരതനാട്യം ഡാൻസ് സാരീസ് വേണമെങ്കിൽ എന്നെ അപ്രോച്ച് ചെയ്യുക. എൻ്റെ പേജ് ഫോളോ ചെയ്യുക, സിന്ധുജ സാരി സ്റ്റുഡിയോ. കാരണം അതിൽ സ്റ്റോക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ ഫാൻസി അക്സസറീസ് ഇന്നലെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ചോക്കർ ചെയിന് അത്യാവശ്യം ഇവൻറ്റുകൾക്കൊക്കെ ഇടാൻ പറ്റുന്ന 150 രൂപയേ ഉള്ളൂ. അപ്പോൾ ഫോളോ ചെയ്ത ആവശ്യക്കാർ എന്നെ കോൺടാക്ട് ചെയ്യും. ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ വ്ളോഗ് കണ്ട് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പക്ഷേ സിന്ധുജ സാരി ആൻഡ് ഫാൻസി സ്റ്റുഡിയോ എന്ന് ഞാനൊരു സ്റ്റുഡിയോ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ഒരു ഓൺലൈൻ ബിസിനസ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് സിൽക്ക് സാരീസും 1000-ൽ കുറവ് കിട്ടും. നല്ല കളക്ഷൻസ് ഉണ്ട്. ആ പേജ് പോയി നോക്കുക. പിന്നെ അത്യാവശ്യം എൻ്റെ സഹോദരിമാർക്കോ ചേച്ചിമാർക്കോ ഒക്കെ ഭരതനാട്യത്തിൻ്റെ സാരികൾ വേണമെങ്കിൽ നല്ല ഇതുപോലെ നല്ല കോമ്പോസ് ഉള്ളത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ചോക്കർ ചെയിനും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു. ബൈ.